BJP പുഷ്ടിപ്പെടുന്ന രംഗമാണ് മഹാരാഷ്ട്രയിലായിരുന്നാലും പഞ്ചാബിലായിരുന്നാലും അതല്ലെങ്കിൽ ഒഡീഷയിലായിരുന്നാലും മറ്റേത് സംസ്ഥാനങ്ങളിലും കണ്ടുവരുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ആന്ധ്രയിലും പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് TDPയിലെ അംഗങ്ങളിൽ പലരെയും ചാക്കിട്ട് പിടിച്ച് അവിടെ ഒരു അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ്. നായിഡുവുമായി പരസ്യമായ ഏറ്റുമുട്ടലിലേക്ക് BJP നേതാക്കൾ സംസ്ഥാനത്ത് തിരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. നായിഡുവിനെ പുലഭ്യം പറയുന്ന രീതിയിലേക്ക് ചന്ദ്രബാബു നായിഡു ഒരു കള്ളനാണ്, വലിയ തോതിൽ അഴിമതി കാണിക്കുന്ന വ്യക്തിയാണ്, അമരാവതി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ശതകോടികൾ അടിച്ചു മാറ്റി കീശയിലാക്കിയ വ്യക്തിയാണ് എന്ന് തുടങ്ങി പല പ്രഖ്യാപനങ്ങളുമായി BJP തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. പൊതുശത്രുവായ YSR കോൺഗ്രസിന്റെ നേതാവായ ജഗൻമോഹൻ റെഡ്ഡിയുമായി ടൈഅപ്പ് ഉണ്ടാക്കി പുതിയ ഒരു നീക്കത്തിൽ തയ്യാറെടുക്കുകയാണ് നരേന്ദ്രമോദിയും സഖ്യവും. ഒന്ന് ആലോചിക്കണം, കേന്ദ്രത്തിൽ 16 MP-മാർ TDPയുടേതാണ്. അതിൽ തന്നെ എന്തെങ്കിലും വിള്ളലുണ്ടാക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് നായിഡു ഒരു മുട്ടൻ പണി കൊടുക്കുന്നത്. കൃത്യമായി ചന്ദ്രബാബു നായിഡു പറയുന്നു, NDAയുടെ ഒരു രീതിയിലുള്ള സഹായവും ഞങ്ങൾക്ക് ആന്ധ്രയിൽ വേണ്ട, ഞങ്ങൾക്ക് കൃത്യമായി പിന്തുണ പിൻവലിക്കാൻ അറിയാം. അങ്ങനെ വന്നാൽ BJPയുടെ ഇപ്പോഴത്തെ സ്ഥിതി അത് മന്ദഗതിയിലേക്കാകും, അവരുടെ കുതിപ്പ് കിതപ്പാകും. അങ്ങനെ വരുമ്പോൾ BJPക്ക് സമനില തെറ്റും എന്നുള്ളത് വ്യക്തമാണ്. നായിഡുവിനെ എങ്ങനെയാണോ ജഗൻമോഹൻ അധികാരത്തിലിരുന്നപ്പോൾ കുടുക്കി ജയിലിലേക്ക് കൊണ്ടുപോയത്, അതേ പദ്ധതി വീണ്ടും ജഗനുമായി ചേർന്ന് പുനരാവിഷ്കരിക്കാൻ BJP സഖ്യം നീങ്ങുകയാണ്. നമുക്കറിയാമല്ലോ, BJPക്ക് എതിരായി നിൽക്കുന്നവരെ ഉന്മൂലനം ചെയ്യാൻ, അവരെ രാഷ്ട്രീയപരമായും മാനസികപരമായും ദുർബലമാക്കാൻ അവരുടെ തന്നെ ഇക്വേഷനാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഇല്ലാ കഥകൾ നട്ടുപെരിപ്പിച്ച് കോടതിയിൽ ഇല്ലാത്ത സത്യവാങ്മൂലവും നൽകി സോളിസിറ്റർ ജനറലിനെ അതിനുവേണ്ടി കൃത്യമായി ഉപയോഗിക്കുന്നത്. പച്ച നുണകൾ തട്ടിവിട്ട് നായിഡുവിനെ കുടുക്കാൻ വേണ്ടിയുള്ള BJPയുടെ തന്ത്രങ്ങൾ ഓരോന്നായി ആന്ധ്രയിൽ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ജഗൻമോഹൻ റെഡ്ഡിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് BJP നേതാക്കൾ ചുവരെഴുത്തുകളും പോസ്റ്ററുകളും തോരണങ്ങളും കെട്ടി തുടങ്ങിയിരിക്കുന്നു അങ്ങോളം ഇങ്ങോളം. ഇത് ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ തുടക്കമായി തന്നെയാണ് കണക്കാക്കുന്നത്. നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അറിയാം, BJPയുമായുള്ള സഹകരണം അവസാനിപ്പിച്ചാൽ തനിക്കുണ്ടാകുന്ന ദോഷം. കേവല ഭൂരിപക്ഷം പാർട്ടിക്കുണ്ട്, മൃഗീയ ഭൂരിപക്ഷമാണ്, 4-3 ഭൂരിപക്ഷമാണ്, 135 സീറ്റുകൾ 175 അംഗ അസംബ്ലിയിലുണ്ട്. എന്നിട്ടും നായിഡുവിനോട് TDPയിലെ നേതാക്കൾ പറയുന്നത് ഒരു മയം വേണം, ഇല്ലെങ്കിൽ BJP കയറി പണിയും, അതുകൊണ്ട് തന്നെ കൃത്യമായി സൂക്ഷിച്ചിരുന്നോളൂ എന്നാണ്. എന്നാൽ ഒരു കൂസലുമില്ലാതെ ചന്ദ്രബാബു നായിഡു പറയുന്നു, വരുന്നിടത്ത് വെച്ച് കാണാം.